ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ ഇടിലേക്ക് എവർക്കും സ്വാഗതം. IPL വളരെ ആവേശകരമായി കൊണ്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് ടേബിളിൽ നിലവിൽ ആദ്യ 7 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന 7 ടീമുകൾക്കും ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകളുണ്ട്. അതെ, ഈ 7 ടീമുകളും ഇപ്പോഴും പുറത്തായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ നടന്നിട്ടുള്ള ആദ്യ മത്സരത്തിൽ RRനെ 1 റണ്ണിനാണല്ലോ KKR പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഈ ഒരു സീസണിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ വിജയിച്ചതോടുകൂടി അവരും പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു മത്സരത്തിൽ ഇന്നലെ LSGക്കെതിരെ 37 റൺസിന്റെ വമ്പൻ വിജയമാണ് PBK സ്വന്തമാക്കിയത്. അതോടുകൂടി പോയിന്റ് പട്ടികയിലും 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിട്ടുണ്ട് പഞ്ചാബ് കിങ്സ്. അതെ, പഞ്ചാബിന്റെ പ്ലേ ഓഫ് ശാപം തീർക്കാൻ വന്ന PBKസിന്റെ മുത്താണ് ശ്രേയസ് അയ്യർ എന്ന് പറയേണ്ടി വരും. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്ത PBKസിന് വേണ്ടി ഓപ്പണർ പ്രഭ്സിമ്രാൻ സിംഗിന്റെ വെടിക്കെട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ ബലത്തിലാണ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺസ് PBKസ് എടുത്തിട്ടുണ്ടായിരുന്നതും 48 പന്തുകളിൽ 91 റൺസാണ് പ്രഭ്സിമ്രാൻ സിംഗിന്റെ സംഭാവന. ക്യാപ്റ്റൻ അയ്യർ 25 പന്തുകളിൽ 45 റൺസ്, ജോഷ് ഇംഗ്ലീഷ് 14 പന്തിൽ 30, ശശാങ്ക് സിംഗ് 15 പന്തുകളിൽ 33 എന്നിവരൊക്കെ തന്നെയാണ് PBKസിന് ഇത്രയും മികച്ച സ്കോർ സമ്മാനിക്കാൻ കാരണമായത്. മറുപടി ബാറ്റിംഗിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസിലേക്ക് എത്താൻ മാത്രമേ LSGക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയിരിക്കുന്നു. 40 പന്തുകളിൽ 74 റൺസ് എടുത്ത ആയുഷ് ബദോനിയും 24 പന്തുകളിൽ 45 റൺസ് എടുത്ത അബ്ദുൽ സമദും മാത്രമാണ് LSGക്ക് വേണ്ടി എന്തെങ്കിലും പോരാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നതും. പക്ഷേ എന്നിട്ടുകൂടി PBKസിന്റെ ആ ഒരു വമ്പൻ വിജയം LSGക്ക് തടയാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു വിജയത്തോടുകൂടി പഞ്ചാബ് കിങ്സും പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിട്ട് അതിശക്തമായി മുന്നോട്ട് കുതിക്കുകയാണ്. അതെ, അവരും ഏതാണ്ട് നിലവിലെ സാഹചര്യത്തിൽ പ്ലേ ഓഫിൽ കയറുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. LSGയിലേക്ക് വരുമ്പോൾ അവർക്ക് നിലവിൽ 10 പോയിന്റുകളാണുള്ളത്. ഇനി ബാക്കിയുള്ളത് 3 മത്സരങ്ങളും. അതിൽ 3-ൽ വിജയിച്ചാൽ കൂടി അവർക്ക് 16 പോയിന്റുകളിലേക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ 16 പോയിന്റുകളിലേക്ക് എത്തിയാൽ കൂടി ഒരു ടീമിന് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ്. കാരണം അത്രയും മികച്ച വമ്പൻ പോരാട്ടമാണ് പ്ലേ ഓഫിന് വേണ്ടിയിട്ട് ടോപ്പ് 4ലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓരോ ടീമുകളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് SRCനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അത് ഒന്നുകൂടി കടുപ്പമാവുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.